Dear students, a very good morning to all. അപ്പോൾ നമ്മൾ ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ സൊല്യൂഷൻ ചാപ്റ്ററിലെ കുറെ ഭാഗങ്ങൾ മോഡ്യൂൾ 1 to 9 വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇൻ ദിസ് മോഡ്യൂൾ 10 വീഡിയോയിൽ we are discussing about some peculiar terms related to osmosis and osmotic pressure in this module 10. Okay, so isotonic, hypertonic solutions. ബയോളജി സ്ട്രീമുകാർ ബയോളജി സയൻസിലും സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളവരും നിങ്ങളുടെ 9th 10th ക്ലാസ്സിലും നിങ്ങൾ ഇത് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബട്ട് ടു സൊല്യൂഷൻസ് having same osmotic pressure at a given temperature are called isotonic. ഇപ്പൊ എന്റെ കയ്യിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് സൊല്യൂഷൻ ഉണ്ട്. രണ്ടുപേർക്കും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അത്തരം ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളവരെ ഞാൻ വിളിക്കുന്ന പേരാ എന്തോന്ന്, ഐസോട്ടോണിക് സൊല്യൂഷൻസ്. എക്സാമ്പിൾ പറയുന്ന our blood cells are isotonic with 0.9% mass by volume, 0.9% mass by volume sodium chloride solution ആയിട്ടാണ് നോർമൽ. So it is called the normal saline. So it is safe to inject intravenously. Okay, നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിൽ മെഡിസിൻസ് ഒക്കെ നോർമൽ സലൈനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ വെയിൻസിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. കാര്യം എന്താ, നമ്മളെ ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആണ് ആര്, 0.9% മാസ് ബൈ വോളിയം ആയിട്ടുള്ള ആര്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, then a solution having higher osmotic pressure than another is called hypertonic solution, while a solution having lower osmotic pressure than another is called hypotonic solution. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഓസ്മോസിസിന്റെ ഭാഗമായിട്ട് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് across semi-permeable membrane from a region of higher concentration to a region of lower concentration ആണല്ലോ ഓസ്മോസിസ്. അപ്പോ ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക് സൊല്യൂഷൻസിൽ എങ്ങനെയായിരിക്കും ഓസ്മോസിസ് നടക്കുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വൈസ് നോക്കാം. If we place our blood cells in a solution containing 0.9% mass by volume sodium chloride solution, water will flow out of the cells and they would shrink. അതായത് നമ്മുടെ ബ്ലഡ് സെൽസിനെ എടുത്ത് നമ്മൾ ഈ പറഞ്ഞ ഹൈപ്പർ അല്ലെങ്കിൽ if we place our blood cells in a solution containing more than എന്ന് വെച്ചാൽ ഹൈപ്പർട്ടോണിക് ആണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസ് ചുരുങ്ങും, shrink ചെയ്യും. On the other hand, നമ്മുടെ if they are placed in a solution containing less than 0.9% ആണെങ്കിലോ water will flow into the cells and they would എന്തായിരിക്കും, swell ആയിരിക്കും, സെൽസ് വീർത്ത് വരും. ഇനി ഓസ്മോസിസ് എന്ന കൺസെപ്റ്റുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് ദ തിയറി റിലേറ്റഡ് ടു ഇറ്റ്സ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. നമ്മൾ ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇഫ് എ പ്രഷർ ഹയർ or larger than the osmotic pressure is applied to the solution side. Now the pure solvent flows out of the solution through the semi-permeable membrane. This phenomenon is called reverse osmosis and it is used in desalination of seawater. Very important ആണ് reverse osmosis and water purification. നമുക്ക് സാധാരണ semi permeable membrane അനുഭവപ്പെടുന്ന പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടി ഗ്രേറ്റർ ഓർ ലാർജർ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ട് വെള്ളം പോകും, ഈ പറഞ്ഞ സാൾട്ട് വാട്ടർ ആണ് ഇവിടുത്തെ സൊല്യൂഷൻ. ആ സാൾട്ട് വാട്ടറിലെ സോൾവന്റ് ആയ വാട്ടർ അവിടെ നിറങ്ങി എങ്ങോട്ട് പോകും, ഫ്രഷ് വാട്ടറിലേക്ക് പൊക്കോണ്ടിരിക്കും. ദിസ് method is called the desalination plant. അത് വർക്ക് ചെയ്യും. So desalination of sea water plants അല്ലെങ്കിൽ desalination plants work on the phenomenon called reverse osmosis. When the pressure more than osmotic pressure is applied, pure water is squeezed out of seawater through the membrane. Commonly used SPM. SPM എന്ന് വെച്ചാൽ selectively semi-permeable, സെലക്റ്റീവ് ആയിട്ടുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് SPM. SPM-ന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സെല്ലുലോസ് അസറ്റേറ്റ്. ആൻഡ് ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ഡയഗ്രാം ആണ്, വരച്ച് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫ്രഷ് വാട്ടർ, റൈറ്റ് ഹാൻഡ് സൈഡിൽ സാൾട്ട് വാട്ടർ. നമ്മൾ ഇവിടെ ഒരു സാൾട്ട് വാട്ടറിന്റെ സൈഡിൽ സൊല്യൂഷൻ ആണ് ഇവിടുത്തെ സാൾട്ട് വാട്ടർ. അതിന്റെ സൈഡിൽ നമ്മൾ we are applying a pressure greater than osmotic pressure. So what will happen, reverse osmosis will happen. What we will get pure water. Okay, then coming about a last portions of this chapter, there is a term called the abnormal molar mass. നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചേ, നമുക്ക് അൺനോൺ ആയിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒരാൾ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ
എൻ്റെ അടുത്ത് പറയുക, അയാൾ പറയുന്നു എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ആരൊക്കെ കാണും? സൊല്യൂട്ടും കാണും, സോൾവെന്റും കാണും. അയാൾ എൻ്റെ അടുത്ത് പറയുക, ഞാൻ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു, ആ സൊല്യൂട്ടിന്റെ പേരും പറഞ്ഞു തന്നു, പക്ഷെ അത് എത്ര ഗ്രാം ആണ് ഇട്ടത് എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല. അപ്പോ അത് എൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ ഐ ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ഹൗ? ബൈ യൂസിങ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് സച്ചസ്, ഒന്നുകിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വഴിയോ, ഓസ്മോട്ടിക് പ്രഷർ വഴിയോ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വഴിയോ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വഴിയോ നമുക്ക് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ആ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്ന മാസ് ഇക്വേഷനും ഫോർമുലയും വൈസ് കണ്ടുപിടിക്കുന്ന മാസിനെ നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടേം എന്നല്ലേ പറയാൻ പറ്റൂ. ഈ തിയറട്ടിക്കലി കിട്ടുന്ന സാധനവും യഥാർത്ഥത്തിൽ അയാൾ ഇട്ട മാസ്, അതായിരിക്കും അതിന്റെ എക്സ്പെരിമെന്റൽ മാസ് എന്ന് പറയും, അത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഡിഫറൻസ് ഈസ് കാൾഡ് ദ അബ്നോർമൽ മോളാർ മാസ്. ആ ഡിഫറൻസിനെയോ അല്ലെങ്കിൽ ആ തെറ്റിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയും. ഈ അബ്നോർമൽ മോളാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടേം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ടേം ഈസ് കാൾഡ് വാൻറ്റ് ഹോഫ് ഫാക്ടർ. അപ്പൊ നമുക്ക് വാൻറ്റ് ഹോഫ് ഫാക്ടറും ആണ് ഇനി പഠിക്കാം. അപ്പൊ ഫസ്റ്റ് വി വിൽ ഡിഫൈൻ വാട്ട് ഈസ് അബ്നോർമൽ മാസ്. The molar mass obtained by colligative property measurement is incorrect. എപ്പോഴാ ഇൻകറക്റ്റ് ആവുന്നത്? If there is association or dissociation of particles. അങ്ങനെ പറ്റുന്ന ആ തെറ്റുള്ള മോളാർ മാസ്, such molar masses are called abnormal molar masses. മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പൊ എന്റെ കയ്യിൽ കൊണ്ടുവന്ന സൊല്യൂഷനിലിട്ട സൊല്യൂട്ട് ഒരു അയോണിക് സൊല്യൂട്ട് ആണെന്ന് വിചാരിച്ചു. ഒരു അയോണിക് സൊല്യൂട്ടിന്റെ പ്രത്യേകത എന്തുവാ? അത് സൊല്യൂഷനിൽ ചെന്ന് അല്ലെങ്കിൽ അത് സോൾവെന്റിൽ ചെന്ന് വീഴുമ്പോഴേ അത് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, ഒരു സോഡിയം ക്ലോറൈഡിനെയാണ് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇടുന്നതെങ്കിൽ അതിന് ഡിസോസിയേഷൻ സംഭവിക്കും. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ചെന്ന് വീണാൽ പിന്നെ NaCl ഒരുമിച്ചിരിക്കത്തില്ല, അത് സെപ്പറേറ്റ് ഡൈവേഴ്സ് ചെയ്യുന്ന പോലെ രണ്ടും രണ്ടായിട്ട് അങ്ങ് മാറും. Na+ ഒരു സൈഡിൽ, Cl- ഒരു സൈഡിൽ. മനസ്സിലായോ? അപ്പോ NaCl നെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ അവിടെ നടക്കുന്ന ഫിനോമിനൻ ഏതാ? ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. എന്നാൽ കോവാലന്റ് സൊല്യൂട്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഷുഗറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രോ കാർബൺ സൊല്യൂട്ട്സിനെയോ ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ, ഉദാഹരണത്തിന് യൂറിയയൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടാൽ അത് സ്പ്ലിറ്റ് അപ്പ് ആവില്ല. ഞാനിപ്പോ 10 യൂറിയ മോളിക്യൂൾസ് എടുത്ത് വെള്ളത്തിൽ ഇട്ടാലും അവരെല്ലാം ഇല്ല മനുഷ്യച്ചങ്ങല പോലെ കൈ കൊടുത്ത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? സോ there occurs association. അപ്പൊ ചില സമയത്ത് അസോസിയേഷൻ നടക്കും, ചില സമയത്ത് ഡിസോസിയേഷൻ നടക്കും. അസോസിയേഷൻ നടന്നാലും നമുക്ക് കിട്ടുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിച്ച മാസ് ഇൻകറക്റ്റ് ആവാം. ഡിസോസിയേഷൻ നടന്നാലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ കണ്ടുപിടിച്ച മാസ് എന്താവാം? തെറ്റാവാം. ഈ തെറ്റായ മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. കണ്ടോ? ഫോർ എക്സാമ്പിൾ, അസറ്റിക് ആസിഡ് ഡൈമറൈസസ്. ഡൈമറൈസ് എന്ന് വെച്ചാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇൻ ബെൻസീൻ due to hydrogen bonding. So the number of molecules in solution decreases and hence the colligative property എന്ത് ചെയ്യും? Decreases and molecular mass എന്ത് ചെയ്യും? Increases. ഈ ടേം ആലോചിച്ചോ. അതായത് എവിടെയൊക്കെ ഡൈമറൈസേഷൻ, അസറ്റിക് ആസിഡ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ചെന്ന് വാട്ടറിൽ വീണാൽ, അസറ്റിക് ആസിഡ് ചെന്ന് വീണ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഇത് ഡൈമറൈസ് എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് രണ്ടും മൂന്നും പേരുമായിട്ട് ചേർന്ന് അങ്ങ് നിൽക്കാൻ നോക്കും, അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്യുന്ന അവസ്ഥയാവും. എന്ന് വെച്ചാൽ ചേർന്ന് മനുഷ്യച്ചങ്ങല പോലെയാവും. എങ്ങനെയാണ് മനുഷ്യച്ചങ്ങല? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കിയാണ് മനുഷ്യച്ചങ്ങല ഉണ്ടാക്കും. ഇത് കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസിന് സൊല്യൂഷൻ, ഞാനിപ്പോ 10 അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് എടുത്താലും എല്ലാം കൂടെ ചേർന്ന് ഒറ്റയായിട്ടേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 2 അസറ്റിക് ആസിഡ് മോളിക്യൂൾ എടുത്തിട്ടാലും അത് ഡൈമറൈസ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ ഒരാളുടെ എഫക്റ്റേ കാണും. സോ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഏതൊക്കെയാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ തുടങ്ങിയ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂ എന്തായിരിക്കും? കുറയും. അപ്പോൾ അവരുടെ മോളിക്കുലാർ മാസിന് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത്, എപ്പോഴൊക്കെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്നുവോ അപ്പോഴൊക്കെ ആരുടെ മാസ് കൂടും? മോളിക്കുലാർ മാസ് കൂടും. ഓക്കെ. In order to correct the abnormal masses, the Van 't Hoff introduced a factor called the Van 't Hoff factor. It is defined as I. ആരാ I? Van 't Hoff factor ന്റെ സിമ്പല. I is equal to, I ക്ക് 3-4 ഡെഫിനിഷൻസ് ഉണ്ട്. എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ബട്ട് ഏറ്റവും ഹൈലൈറ്റ് ഈ തേർഡ് ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് മസ്റ്റ്.
അപ്പൊ മൂന്നെണ്ണം ഏതൊക്കെയാണ്? നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നിങ്ങൾ NA എന്ന് എഴുതത്തില്ലേ? നോട്ട് ആപ്ലിക്കബിളിന്റെ NA. കാര്യം ഇത് ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ട് തലതിരിച്ചാണ് എനിക്ക് മിക്ക ടെസ്റ്റ് പേപ്പറിന് എഴുതുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? NA. നോട്ട് ആപ്ലിക്കബിൾ എന്നതിന് നിങ്ങൾ ഷോർട്ട് ഫോം NA എഴുതാൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ ന്യൂമറേറ്ററിൽ നോർമൽ മോളാർ മാസ്, ഡിനോമിനേറ്ററിലോ അബ്നോർമൽ മോളാർ മാസ്. ഇനി ഇതേ വാൻഡോ ഫാക്ടർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി കാണുന്നതാണ് ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവേഷൻ മീൻസ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റ്. നിങ്ങൾ ലാബിൽ കെമിസ്ട്രിയുടെ റെക്കോർഡ് എഴുതുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്താതെ എങ്ങനെ നിങ്ങൾക്ക് ഒബ്സർവേഷൻ നടത്താൻ പറ്റും? അപ്പൊ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രാക്ടിക്കലി കണ്ടുപിടിച്ചത് ബൈ ദ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നമ്മൾ പഠിച്ച കഴിഞ്ഞ മോഡ്യൂൾസിൽ പഠിച്ച ഇക്വേഷൻസ് വൈസ് നമ്മൾ ആരെ കണ്ടുപിടിക്കും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കും. ഈ റേഷ്യോനെ നമ്മൾ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഐ, വാൻഡോ ഫാക്ടർ. അപ്പൊ ഇതും പലരും സ്റ്റുഡൻസ് തിരിക്കാറുണ്ട്. അത് നമ്മൾ എന്ത് പറയുന്ന അറിയോ? നിങ്ങളുടെ കൂടെ ചങ്ക് കുറെ കൂട്ടുകാർ കാണും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സിപ്പപ്പ് മേടിച്ചാൽ അവരും കൂടെ വന്ന് കുറച്ച് OC, കുറച്ച് സിപ്പപ്പ് അവരും കൂടെ മേടിച്ചുണ്ട്. നിങ്ങൾ ഒരു എന്താ പറയുന്നത്, നിങ്ങളുടെ ബേക്കറി കയറി ഒരു പപ്സ് കഴിച്ചാൽ നിങ്ങളുടെ കൂടെ വന്ന് OC നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യും? ഒരു പപ്സ് അവനും കൂടെ മേടിച്ച് കഴിച്ചുണ്ട്. അപ്പൊ അങ്ങനെ കുറെ OC ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് കാണുമല്ലോ. ഓസ് ഫ്രണ്ട്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഓസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ OC ഫ്രണ്ട്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ OC അതാണ് അതിന്റെ ഷോർട്ട്. OC എന്ന് പറയുമ്പോൾ I is equal to OC എന്ന് പഠിച്ചു വെച്ചേക്കും. OC എന്ന് വെച്ചാൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഇതേ ഐയുടെ വളരെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ഇക്വേഷൻ ആണ് I is equal to total number of molecules അല്ലെങ്കിൽ total number of moles of particles after association or dissociation. നമ്മൾ ഒരു സാധനത്തിന് എടുത്ത് വെള്ളത്തിൽ ഇട്ടാലല്ലേ അതിന് അസോസിയേഷൻ നടത്തുന്ന ആൾക്കാർ അസോസിയേഷൻ നടത്തും, ഡിസോസിയേഷൻ നടത്തുന്ന ആൾക്കാർ ഡിസോസിയേഷൻ നടത്തും. അപ്പൊ ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇടുന്നതിന് മുമ്പ് എത്ര, ഇട്ടതിന് ശേഷം എത്ര. അപ്പൊ എപ്പോഴും എങ്ങനെ എടുക്കുന്നത്? ആഫ്റ്റർ ബൈ ബിഫോർ. ABCD നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ABCDയിൽ A കഴിഞ്ഞിട്ടല്ലേ B വരൂ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസും ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പൊ അത് വെച്ച് കോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെ കോഡ് ഉണ്ടാക്കണം? ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇതാണ് ആരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ? വാൻഡോ ഫാക്ടറിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ദ മസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. ആ വാൻഡോ ഫാക്ടറിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ I is equal to total number of moles of particles after association or dissociation by number of moles of particles before association or dissociation. Okay. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ, വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ബൈ ഹാർട്ട്. In the case of association, the value of I will be less than 1. And in the case of dissociation, the value of I is greater than. അപ്പൊ അതിന് എക്സാമ്പിൾസ് നോക്കാം. NaCl എന്താ സംഭവിക്കുന്നത്? എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഡിസോസിയേഷൻ ആണ്. കാര്യം NaCl എപ്പോ എടുത്ത് ഒരു സോൾവെന്റ് ഇട്ടാലും Na+ ഒരു മൂലയ്ക്കും Cl- അടുത്ത മൂലയിൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഡൈവേഴ്സ് ആണ്. മനസ്സിലായോ? ചില കപ്പിൾസ് അങ്ങനെയാ. അവര് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര ചങ്ക് ആൾക്കാരായിരിക്കും. രണ്ടുപേരും കൂടെ പോയാൽ രണ്ടുപേരും കൂടെ ഒരു ഷേക്കേ മേടിക്കും, രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയാൽ ഒരു പോപ്കോണേ മേടിക്കത്തുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുറെ കാലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ രണ്ട് വഴിക്കാവും. അപ്പൊ അതേപോലെയാണ് ഈ പറഞ്ഞ NaCl കാണുമ്പോൾ ഒരുമിച്ചിരിക്കും, സൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ NaCl എന്ന സൊല്യൂട്ട് സോൾവെന്റ് ചെന്ന് വീണാൽ അവൻ പിന്നെ രണ്ട് വഴിക്കായി. Na+ ഒരു വഴിക്കും Cl- ഒരു വഴിക്കും. അപ്പൊ അവന്റെ I വാല്യൂ എന്തായിരിക്കും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ. അവിടെ NaCl എന്താ നടക്കുന്നേ? അസോസിയേഷൻ, ഡിസോസിയേഷൻ. അപ്പൊ എന്ത് വരും? ഡിസോസിയേഷൻ നടക്കുമ്പോൾ എത്ര പാർട്ടിക്കിൾസ്? ഒരു Na+ ഒരു Cl- 2 ബൈ നമ്മൾ ഇട്ടത് എത്ര NaCl? ഒരു NaCl. അപ്പൊ 2/1 NaCl I വാല്യൂ എത്രയാ? 2. K2SO4 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 2K++ 1SO4 2-. അപ്പൊ എന്ത് വരും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര എണ്ണം വരും? 2K+ന്റെ 2 പ്ലസ് ഒരു SO4. അപ്പൊ എത്ര? 3/1. അപ്പം the value of I for K2SO4 is 3. CaCl2 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 1Ca2+ 2Cl- അല്ലേ? അങ്ങനെയാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരും? 3/1 3.
ഇനി അസറ്റിക് ആസിഡ് ആണെങ്കിലോ, പാവപ്പെട്ട അസറ്റിക് ആസിഡ് ബെൻസീൻ എന്ന സോൾവെന്റ് ചെന്ന് വീണാൽ അവനില്ല മനുഷ്യച്ചങ്ങല പോലെ കൈകോർത്ത് എന്ത് ചെയ്യും, ചെയിൻ ഫോം ചെയ്യും. അപ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ ഐയുടെ വാല്യൂ ആഫ്റ്റർ അസോസിയേഷൻ ഡിസോസിയേഷൻ എന്തായിട്ട് മാറും. നമ്മൾ ആഫ്റ്റർ ഈ പറഞ്ഞ അസറ്റിക് ആസിഡിന് ബെൻസീൻ എന്തേ നടക്കത്തുള്ളൂ, അസോസിയേഷനെ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ബെൻസീനിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാലും അത് വെള്ളത്തിൽ ചെന്ന് വീണതിന് ശേഷം അത് എന്താവും, അത് രണ്ടോ, ഞാനിപ്പോ എടുത്തിട്ടത് രണ്ട് ബെൻസീൻ മോളിക്യൂൾസ്, സോറി രണ്ട് അസറ്റിക് ആസിഡ് മോളിക്യൂൾസിനെയാണ് ബെൻസീൻ എന്ന സോൾവെന്റിലേക്ക് ഇട്ടതെന്ന് വിചാരിക്കുക. അപ്പൊ അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ എത്ര പേരുണ്ട്, 2 ഉണ്ട്. ഇനി ആഫ്റ്റർ ഈ സൊല്യൂഷനിൽ ചെന്ന് വീണതിന് ശേഷം അവൻ എന്താ സംഭവിക്കുന്നത്, അസോസിയേഷൻ നടക്കും. അവിടെ എത്ര വരും, രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നേ ആവും. അപ്പൊ 1/2. അപ്പൊ അത് എത്ര വരും, I is equal to 1/2 ആണ് വരും. ഓക്കെ. ഇനി വാൻഡോ ഫാക്ടറിനെ ഉൾപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ മോഡിഫൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചിരുന്നത് നമ്മൾ പഠിച്ച കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ. നമ്മൾ എപ്പോഴും M2-നാണ് എക്സ്പ്രഷൻ പഠിക്കുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കിയാൽ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷനിൽ I കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ വാൻഡോ ഫാക്ടറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇൻക്ലൂഷൻ ഓഫ് വാൻഡോ ഫാക്ടർ മോഡിഫൈസ് ദ ഇക്വേഷൻ ഫോർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്ത് വരും, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതെന്ത് വരും, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ P by P1/0 is equal to നമ്മൾ പഠിച്ചേക്കുന്ന W2 into M1 by W1 into M2. അതിന് പകരം എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി, I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന് നമ്മൾ ഡെൽറ്റ TB is equal to KB into മൊളാലിറ്റി. നമ്മുടെ മോഹൻലാലിന്റെ M കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അവിടെ എന്തും കൂടെ ചേർത്താൽ മതി, I കൂടെ ചേർത്താൽ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന് നമ്മൾ ഡെൽറ്റ TF is equal to KF into മൊളാലിറ്റിയുടെ സ്മാൾ ലെറ്റർ M ആണ്. അത് മോഹൻലാലിന്റെ M ആണ്, അവിടെയും നമ്മൾ ആരെയും കൂടെ ഉൾപ്പെടുത്തും, അതിനെയും കൂടെ ഉൾപ്പെടുത്തും. ഇനി ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കൊടുത്ത സിമ്പിൾ എന്തുവാ, പൈ ആണ്. അതെന്ത് വരും, I into CRT എന്ന് വെച്ചാൽ പൈ is equal to CRT നമ്മൾ പഠിച്ച് അതിൽ വാൻഡോ ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ ഉൾപ്പെടുത്തും, I കൂടെ ഉൾപ്പെടുത്തും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ എസെൻഷ്യൽ തിയറിയിൽ നമ്മൾ NCERT എസെൻഷ്യൽ തിയറിയുടെ അകത്ത് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസും കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, വാൻഡോ ഫാക്ടർ ആണ്. അതേപോലെ അബ്നോർമൽ മാസിന്റെ കൺസെപ്റ്റും മനസ്സിലാക്കി വെച്ചിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.